Hello friends, today we shall discuss about the topic advantages or uses or importance of ratio analysis. What are the importance of ratio analysis? Ratio analysis is useful to a number of persons or stakeholders or interested parties. They are management, shareholders, creditors, employees and government. The first stakeholder is management. How ratio analysis is helpful to management? It helps in formulating policies, it helps in planning, knowing the trends of business, measuring efficiency and helps in comparison. അപ്പോൾ മാനേജ്മെൻറ്റിന് റേഷ്യോ അനാലിസിസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടി പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ബിസിനസ്സിൻ്റെ ട്രെൻഡ് അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ എന്നറിയാനും അതുപോലെ തന്നെ ഫേമിൻ്റെ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഓൾ ഫാക്ടേഴ്സ് അല്ലെ എല്ലാ ഫാക്ടേഴ്സിൻ്റെയും എഫിഷ്യൻസി മെഷർ ചെയ്യാനും കമ്പാരിസണും ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസണിനൊക്കെ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റിനെ റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. The second stakeholder or uses of ratio analysis is to shareholders. Shareholders-ന് എന്തൊക്കെ യൂസസ് ആണ് ഉള്ളത്? Shareholders are the persons they invest money into business. They are interested in the safety of his environment. Who is a shareholder? Shareholder is a person who invests money into a business. അല്ലേ, ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഷെയർ ഹോൾഡേഴ്സ്. അവരെന്തിനാണ് നമ്മുടെ ഈ റേഷ്യോ അനാലിസിസ് അവരെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അവർക്കറിയണ്ടേ നമ്മുടെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഈ റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സേഫ്റ്റി ഓഫ് ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്. ദേ വിൽ ഗെറ്റ് റിട്ടേൺ ഓൺലി വെൻ ദ ഫേം അച്ചീവ് പ്രോഫിറ്റ്. അല്ലേ, നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിവിഡൻഡ് കിട്ടുള്ളൂ, റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. അല്ലെ, അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ കിട്ടണമെങ്കിൽ when the business makes profit, അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവണം, അതാണ് അവരുടെ എയിം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി അവരുടെ സേഫ്റ്റിയാണ്. അതായത് ഫേം എത്രമാത്രം സേഫ് ആണോ അത്രമാത്രം അവരുടെ ഇൻവെസ്റ്റ്മെന്റും സേഫ് ആണ്. അതുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് ഈ റേഷ്യോ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Then ratio enables the shareholder to evaluate the performance and future prospects of the company. റേഷ്യോ അനാലിസിസ് വഴിയായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ പെർഫോമൻസ് അറിയാനായിട്ട് പറ്റും. അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതും ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും റേഷ്യോ അനാലിസിസ് വഴിയാണ്. സോ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാം, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ എന്താവും കമ്പനി എന്നുള്ളത് കൂടി അറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അപ്പോൾ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ദീസ് ബെനിഫിറ്റ്സ് ആർ given to shareholders through ratio analysis. The third category of stakeholders is creditors. Who are creditors? Who are creditors? Creditors are those person who supply goods to ബിസിനസ് ഫേം ഓൺ ക്രെഡിറ്റ്. അല്ലെ, നമുക്ക് ക്രെഡിറ്റില് ഗുഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരാണ് ക്രെഡിറ്റേഴ്സ്. അവരെന്തിനാണ് ഈ റേഷ്യോ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യണേ? ഈ റേഷ്യോ അനാലിസിസ് വഴിയായിട്ടാണ് ഫേമിന്റെ ആ കപ്പാസിറ്റി ഒക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അല്ലെ, ഡെറ്റ് പേയിങ് കപ്പാസിറ്റി അറിയുന്നത് റേഷ്യോ അനാലിസിസ് വഴിയായിട്ടാണ്. അപ്പോൾ ഈ ഡെറ്റ് പേയിങ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ക്രെഡിറ്റേഴ്സ് കമ്പനിക്ക് ക്രെഡിറ്റില് ഗുഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇതാണ്, ദ ക്രെഡിറ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. കാരണം എന്താണ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികൾക്കാണ് ക്രെഡിറ്റേഴ്സ് എപ്പോഴും ഗുഡ്സ് സപ്ലൈ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ് എങ്കിൽ അതിനകത്ത് ഇവർ ഗുഡ്സ് കൊടുത്ത് തിരിച്ചു കിട്ടുന്ന യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. അതാണ് കാരണം. They are interested in the liquidity position of the firm. ഫേമിന് അത് തിരിച്ചടയ്ക്കാനും പെട്ടെന്ന് ക്യാഷ് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതാണ് ലിക്വിഡിറ്റി. കപ്പാസിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ്, ദാറ്റ് ഇസ് ലിക്വിഡിറ്റി. ഫേമിന് ആ ക്യാഷ് പെട്ടെന്ന് പേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സ് റേഷ്യോ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
Then the next category, the benefits to employees through ratio analysis. Ratio analysis നിന്ന് എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാമോ, എംപ്ലോയീസ് എന്തിനായിരിക്കും റേഷ്യോ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എംപ്ലോയീസ് ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ് അല്ലേ? എന്തുകൊണ്ടാണ് എപ്പോഴും പ്രോഫിറ്റബിൾ ആണോ നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനി, അത് പ്രോഫിറ്റബിൾ ആണോ എന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി അല്ലേ, അതിന്മേലാണ് നമ്മുടെ സാലറി, വേജ്, ബെനഫിറ്റ്സ്, വർക്കിംഗ് കണ്ടീഷൻ, എവറിത്തിങ് ലൈങ് അണ്ടർ ദി ഹെഡ് ഓഫ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് നമ്മുടെ കമ്പനിക്ക് നമുക്ക് നല്ല വേജ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനഫിറ്റ്സ്, ദാറ്റ് ഈസ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ്, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെ തരണമെങ്കിൽ ഇഫ് ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് ഇറ്റ് ക്യാൻ ഓഫർ increased wages, salary, fringe benefits, better working condition and so on. Then the next uses of ratio analysis to government. Government is also uses ratio analysis for studying the cost structure of the firm. ഒരു ഫേമിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നു. എന്തിനാണ് ഗവൺമെൻറ് റേഷ്യോ അനാലിസിസ് ഈ കോസ്റ്റ് സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓരോ ഫേമിൻ്റെയും കോസ്റ്റ് സ്ട്രക്ചർ നോക്കിയിട്ടാണ്, അതായത് മൊത്തത്തിൽ അതിന് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് പുതിയ പോളിസികൾ ഫോർമുലേറ്റ്. ആസ് പെർ ദിസ് അനാലിസിസ്, കോസ്റ്റ് സ്ട്രക്ചർ അനാലിസിസ്, ഗവൺമെൻറ് ക്യാൻ ഫോർമുലേറ്റ് പോളിസീസ് റിഗാർഡിംഗ് പ്രൈസ് കൺട്രോൾ ടു പ്രൊട്ടക്റ്റ് ദ കൺസ്യൂമർ. അപ്പോൾ നമ്മൾ എത്രയാണ് നമ്മളുടെ കോസ്റ്റ് സ്ട്രക്ചർ, അതിനനുസരിച്ചിട്ടുള്ള പ്രൈസാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രൈസ് കൺട്രോളിനൊക്കെ വേണ്ടിയിട്ടാണ് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യണത്. നമ്മൾ പ്രൈസ് കൺട്രോൾ ചെയ്താലാണ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓവർ പ്രൈസിങ് ഒക്കെ വന്നേക്കാം. അപ്പോൾ ഗവൺമെൻറ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഓരോ ഫേമിൻ്റെയും കോസ്റ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്തുകൊണ്ട് പ്രൈസിങ് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അതുവഴി കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ബിസിനസ്മാൻ പേ ചെയ്യുന്ന ടാക്സ് ആണ്. വി ക്യാൻ സമ്മറൈസ് അവർ ടോപ്പിക്. There are some uses of ratio analysis. Ratio analysis is useful to different categories. They are management, shareholders, creditors, employees, and government. First, benefits to the government management. Ratio analysis helps the management in formulating policies, helps in planning, knowing the trends of business, measuring efficiency, and comparison. To the shareholders, ratio analysis helps to know the profitability, safety and security of the business. The security and safety of the business leads to safety of the investment of shareholders. Shareholders is interested in knowing the safety of the investment because of they are interested in earning return. If the business makes profit, they will get dividend. The next category is creditors. Ratio analysis is useful to creditors. Creditors are also interested in knowing the debt-paying capacity of the firm. Through ratio analysis, we can assess the short-term and long-term debt-paying capacity of the business. To the employees, ratio analysis is useful to employees. The employees can know the profitability of the business through ratio analysis. If the company makes profit, they can earn high wages, salaries, fringe benefits, and so on. Then the last category to the uses of ratio analysis is government. Government uses ratio analysis for studying the cost structure of the firm. As per the cost structure analysis, the government can formulate policies regarding price control in order to protect the consumers. Tax is one of the important source of income to the government by the businessman. Okay, thank you.